നർത്തകിയായ ഒരു കഥാപാത്രം തന്നെ തേടി ഇതുവരെ വന്നിട്ടില്ലെന്ന് പ്രശസ്ത നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി. പാലക്കാട് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു രചന. സിനിമാഭിനയത്തെക്കാളും നൃത്തമേഖലയോടാണ് തനിക്ക് താൽപര്യമെന്നും രചന നാരായണൻകുട്ടി പറഞ്ഞു. സ്വരലയ നൃത്ത സംഗീതോത്സവത്തിന്റെ സമാപന ദിനത്തിൽ പ്രളയത്തെക്കുറിച്ച് സംസാരിക്കുന്ന മൺസൂൺ രാഗ എന്ന പരിപാടി അവതരിപ്പിക്കാനെത്തിയതായിരുന്നു രചന. വാഗ്ഗേയകാരനായിരുന്ന ഭക്തനായിരുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ ആനന്ദാമൃതവർഷിണി അമൃതവർഷിണി എന്ന് പറയുന്ന കൃതി. അപ്പൊ ഇതിന് പിന്നിലൊരു കഥയുണ്ട്. നമ്മൾ ഓരോ കോമ്പോസിഷനും ഓരോ സെയിം പോയിറ്റ്സും എഴുതുമ്പോൾ അവർക്ക് അതിന് പിന്നിൽ പറയാനൊരു കാര്യമുണ്ടാവും. അപ്പൊ അമൃതവർഷിണി എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൺവേ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സ്റ്റോറി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വയ്യാതിരിക്കുന്ന ഒരു ബ്രദർ ഉണ്ടായിരുന്നു. എട്ടയ്യാപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു സഹോദരൻ. ആ സഹോദരനെ കാണാൻ വേണ്ടി എട്ടയ്യാപുരത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കുകയാണ് അവിടെ ഒരുപാട് നാളുകളായിട്ട് മഴയില്ല എന്നുള്ളത്, അവിടെ വരൾച്ചയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവിടുത്തെ നാട്ടുപ്രമാണി വന്ന് ഇദ്ദേഹത്തിനോട് പറയുമ്പോൾ അങ്ങ് ദേവി ഭക്തനല്ലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ദേവി കരിഞ്ഞാലോ, ഞങ്ങളിവിടെ വളരെയധികം കഷ്ടപ്പെടുകയാണ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു നിമിഷത്തിൽ ദേവിയെ പ്രാർത്ഥിക്കാനായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. കേരളത്തിൽ അർഹതപ്പെട്ട പ്രതിഫലം കലാകാരന്മാർക്ക് ലഭിക്കുമെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ തുച്ഛമായ വേതനം മാത്രമേ ലഭിക്കുകയുള്ളൂവെന്ന് നർത്തകി അപർണ വിനോദ് മേനോൻ പറഞ്ഞു. പ്രശസ്ത നർത്തകി മധുലിത മോഹപത്ര, സബിത മന്നാടിയാർ, സ്വരലയ സെക്രട്ടറി ടി.ആർ. അജയൻ എന്നിവർ മീറ്റ് ദി പ്രസിൽ പങ്കെടുത്തു. മുൻ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് നഹ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.